പക്ഷേ മണിപ്പൂർ ഇഷ്യൂ കത്തി നിൽക്കുന്ന സമയത്ത് അത് കെടുത്തേണ്ടത് സർക്കാരിൻ്റെ അല്ലെങ്കിൽ അവിടുത്തെ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല തന്നെയാണ്. മണിപ്പൂരിലൊക്കെ സർക്കാരിന് തെറ്റ് പറ്റിയിട്ടുണ്ട്, വീഴ്ച പറ്റിയിട്ടുണ്ട്, അത് 100% അംഗീകരിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ സുരേഷ് ഗോപി പറഞ്ഞെന്താ അവിടെ നോക്കാൻ ആളുണ്ടെന്നാണ് പറഞ്ഞത്. അല്ല, അതിപ്പോൾ അങ്ങനെയല്ല പറയാൻ പറ്റത്തുള്ളൂ. സുരേഷ് ഗോപിയെ പോലെ ഒരാൾക്ക് അങ്ങനെ മറുപടി പറയാനേ പറ്റും. അങ്ങനെ ഒരിക്കലും വർഗീയതയുടെ ആവശ്യമില്ല. കാര്യം എല്ലാവരും ഞാൻ മനുഷ്യനെല്ലാം ഒന്നാണെന്ന് കാണുന്ന ഒരാളാണ് ഞാൻ. അതാണ് ഈ സനാതന ധർമ്മബന്ധത്തിൽ ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാവരും ലോകാസമസ്ത സുഖിനോ ഭവന്തു സർവേഷാർ സ്വസ്ഥിർ ഭവതു സർവേഷാർ. വർഗീയത പറയുന്ന ആളുകളോട് താങ്കൾക്ക് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഞാൻ അറപ്പും വെറുപ്പുമാണ്. ആണോ? ഞാൻ ഹിന്ദു എന്ന് പറയുന്നത് സംസ്കാരത്തിൻ്റെയാണ് ഞാൻ ഹിന്ദു എന്ന് പറയുന്നത്. അല്ലാതെ ഇന്ന മതത്തിൽ ഹിന്ദു മതം എന്ന് പറയുന്ന മതമില്ല. കാര്യം നമുക്ക് നേതാവില്ല. ഒരു കാലത്ത് ഒന്നിക്കാത്ത ഒരു മതമാണ്, ഒരു കാലത്ത് ഒരു നേതാവില്ലാത്ത മതം. നന്നാകത്തില്ല, ഒരുമിക്കത്തില്ല. ഉറപ്പാണ്. BJP കേരളത്തിൽ വളരാത്തതിൻ്റെ പ്രധാന കാരണം എൻ്റെ കാഴ്ചപ്പാടിലും വിലയിരുത്തലും ഇവിടെ നല്ല നേതൃത്വമില്ല. ഇവിടെ എല്ലാവർക്കും പാർലമെൻ്ററി മോഹമാണ്, പണം സമ്പാദിക്കലാണ് ബഹുഭൂരിപക്ഷം ആളുകൾക്ക്. അങ്ങനെ സുരേന്ദ്രൻ രണ്ടിടത്ത് മത്സരിക്കേണ്ട കാര്യമില്ലല്ലോ. പാർട്ടി ശക്തിപ്പെടുത്തി വരുന്നതിനേക്കാൾ അവർ മത്സരത്തിന് എന്ന് പൈസ ഉണ്ടാക്കുക എന്നുള്ള ഒരു തന്ത്രത്തിൽ കൂടെയാണ് അവർ നീങ്ങിയത്. വായെടുത്ത വർഗീയത മാത്രം പറയുന്ന രീതിയിലേക്ക് പോകുന്നതാണ് BJPയുടെ തളർച്ച. കാര്യം ഇവിടെ എല്ലാവരും വേണം എന്നുള്ള ചിന്ത ആർക്കുമില്ല. ന്യൂനപക്ഷങ്ങൾ മാറി നിൽക്കുന്നത് എൻ്റെ ഒരു അഭിപ്രായം. ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ട് വാദിച്ചെടുക്കണം. ന്യൂനപക്ഷങ്ങൾ ശരിക്കും BJPയിലേക്ക് വരണം എന്നിട്ട് വാദിച്ചെടുക്കണം. പക്ഷേ ന്യൂനപക്ഷങ്ങൾ അകറ്റുന്നത് എവിടെയാണ്? പല പ്രശ്നങ്ങളിലാണ്. ബീഫിൻ്റെ പേരിൽ തല്ലിക്കൊല, മറ്റുള്ള സംഭവങ്ങൾ. കൊല്ലത്ത് താങ്കൾക്ക് എങ്ങനെയാണ്? കൊല്ലം എൻ്റെ ജന്മനാടല്ലേ. എൻ്റെ ജന്മനാടാണ്. പ്രകൃതി മനോഹരമായ ഒരു നാടാണ്. ഒരുപാട് മാറി മാറി ഭരിച്ചിട്ട് ഇപ്പോഴും കൊല്ലത്തിൻ്റെ ഒരു വികസനമില്ലാതെ എൻ്റെ ആശ്രമം മൈതാനമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ദുഃഖം തോന്നും, സങ്കടം തോന്നും. അമ്മാരുണ്ട് വികസനമില്ലാതെ കിടക്കുന്ന, എന്നാൽ വികസനം കാത്തു കിടക്കുന്ന ഒരു രാജ്യമാണ്. ഇപ്പോൾ ഒരു ബൈപ്പാസ് വന്നത് ആണ് ഏറ്റവും നല്ല ഇതാണ്. NK പ്രേമേന്ദ്രൻ എനിക്ക് ഏറ്റവും ബഹുമാനനായ ഒരു MP ആണ്. 574 മെമ്പർമാരിൽ ഏറ്റവും നല്ല സാമാജികരെന്ന് തിരഞ്ഞെടുക്കപ്പെട്ട NK പ്രേമേന്ദ്രൻ മുഖ്യമന്ത്രിയുടെ ഒരു വിരുന്നിൽ പോയതിൽ പോലും തെറ്റ് കാണുന്ന, കുറ്റം കാണുന്ന, ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉന്നയിക്കുന്ന ഒരു പ്രതിപക്ഷം. പോട്ടെ, അതിനെക്കുറിച്ച് ഞാൻ കടക്കുന്നില്ല. കഷ്ടമായിപ്പോയി ഇത്തരം വൃത്തികെട്ട ആരോപണങ്ങൾ ആ മനുഷ്യനെ കുറിച്ച് പറയുന്നത്. പ്രേമചന്ദ്രൻ MK പ്രേമചന്ദ്രൻ പക്ഷേ നല്ലൊരു അദ്ദേഹത്തിൻ്റെ ഭരണ കക്ഷിയല്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് വികസനത്തിന് അദ്ദേഹത്തിന് പരിമിതികളുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹം ഒരു ഭരണപക്ഷിയിൽപ്പെട്ട ഒരു MP ആയിരുന്നെങ്കിൽ കൊല്ലം സ്വർഗമാക്കിയാനായിരുന്നു പ്രേമേന്ദ്രൻ. പക്ഷെ എന്ത് ചെയ്യാനാ, അദ്ദേഹത്തിന് ആ തിരിച്ചറിവ് വന്ന് BJP ചേരട്ടെ നമുക്ക് ആഗ്രഹിക്കാൻ. അദ്ദേഹം ഒരിക്കൽ പോലും BJP ചേരില്ല, എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം എൻ്റെ നല്ല സുഹൃത്താണ്. ഇവിടെ ഒരു രാവിലെ ഒരു മുഖ്യമന്ത്രി ഒരു പാർട്ടിയിൽ, വൈകിട്ട് ആ മുഖ്യമന്ത്രി വേറൊരു പാർട്ടിയിൽ പോകുന്ന ഈ രാജ്യത്ത് പ്രേമേന്ദ്രനങ്ങ് മാറി ചിന്തിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അവർക്ക് അടിസ്ഥാനപരമായി ചില ആദർശങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ഉണ്ടായിരിക്കും. പക്ഷേ ഒരു മാറ്റവും ഇല്ലാതെ കിടക്കുമ്പോൾ അങ്ങനെയൊക്കെ മാറി ചിന്തിക്കുന്നതുകൊണ്ട് എന്താ തെറ്റണം? രാജ്യത്തിൻ്റെ ഉന്നമനമാണ്. കൊല്ലത്തിൻ്റെ വികാരമാണെങ്കിൽ NK പ്രേമേന്ദ്രൻ ചിലപ്പോൾ ഒന്ന് മാറി ചിന്തിക്കുക. താങ്കൾ വിശ്വാസത്തിന്റെ കൂടെ നല്ല ലെവലിൽ നിൽക്കുന്ന, അതായത് ശബരിമല പ്രക്ഷോഭത്തിൽ ശരിക്കും താങ്കളുടെ പേരിൽ കേസെടുക്കുന്ന അവസ്ഥ ഇപ്പോഴും ഉണ്ട്. ഞാൻ ചോദിക്കുന്നത്, താങ്കളിൽ നിന്ന് ഞാൻ പ്രത്യേകതയായിട്ട് കണ്ട ഒരു സംഭവം, താങ്കൾ വർഗീയത പറയില്ല. വർഗീയത പറയത്തില്ല. വർഗീയതയുടെ ആവശ്യമില്ല. കാര്യം എല്ലാവരും ഞാൻ മനുഷ്യനെല്ലാം ഒന്നാണെന്ന് കാണുന്ന ഒരാളാണ് ഞാൻ. അതാണ് ഈ സനാതന ധർമ്മബന്ധത്തിൽ ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാവരും ലോകാസമസ്ത സുഖിനോ ഭവന്തു സർവേഷാർ സ്വസ്ഥിർ ഭവതു സർവേഷാർ. വർഗീയത പറയുന്ന ആളുകളോട് താങ്കൾക്ക് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഞാൻ അറപ്പും വെറുപ്പുമാണ്. ആണോ? 100%. അറപ്പും വെറുപ്പുമാണ്. ഞാൻ ഹിന്ദു എന്ന് പറയുന്നത് സംസ്കാരത്തിൻ്റെയാണ് ഞാൻ ഹിന്ദു എന്ന് പറയുന്നത്. അല്ലാതെ ഇന്ന മതത്തിൽ ഹിന്ദു മതം എന്ന് പറയുന്ന മതമില്ല. കാര്യം നമുക്ക് നേതാവില്ല. ഒരു കാലത്ത് ഒന്നിക്കാത്ത ഒരു മതമാണ്, ഒരു കാലത്ത് ഒരു നേതാവില്ലാത്ത മതം. നന്നാകത്തില്ല, ഒരുമിക്കത്തില്ല. ഉറപ്പാണ്. അങ്ങനെ ഉണ്ടായി വെള്ളാപ്പള്ളി പണ്ട് പടഞ്ഞിരുന്നു. എന്താണ് പിന്നെ നായാടി മുതൽ നായരും നമ്പൂരിയും ഒന്നിക്കുന്ന ഒരു കാലഘട്ടം വരണമെന്ന്. അത് അദ്ദേഹം അദ്ദേഹം വലിയ ആശയഗംഭീരനൊന്നുമല്ല. പക്ഷേ അദ്ദേഹം ഒന്നൊരു അഭിപ്രായം പറയാം. ആ ഒരൊറ്റ കാര്യമാണ് എനിക്ക് വെള്ളാപ്പള്ളി നടേശനുള്ള ബഹുമാനം. ആദരണീയൊന്നുമല്ല, ആദരണീയനായ ഒരു വ്യക്തിയെ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുമ്പോൾ ശ്രീനാരായണ ഗുരു, അദ്ദേഹം വലിയൊരു വ്യക്തിയായിരുന്നു. ശ്രീനാരായണ ഗുരു അതിനേക്കാൾ വലിയ വ്യക്തിയായിട്ടല്ലേ അദ്ദേഹം നിൽക്കുന്നത്? അല്ല, പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് മദ്യം നിങ്ങളുടെ തലച്ചോറിനെ നശിപ്പിക്കും. സത്യമാണ്. മദ്യം അമിതമായി കടിച്ചാൽ തലച്ചോറ് നശിപ്പിക്കുകയില്ലേ? നശിപ്പിക്കും. അദ്ദേഹമാണ് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് പറയുന്നത്. അതായത് അദ്ദേഹത്തെ വെച്ചിട്ടാണ് കള്ളു കച്ചവടം വരെ ചെയ്യുന്നത്. അപ്പം അദ്ദേഹമാണ്
അതൊന്നും നമുക്ക് മനസ്സിലാകാത്ത കുറച്ച് കാര്യങ്ങൾ. ഇപ്പോൾ പി സി ജോർജിനെതിരായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ആ പി സി ജോർജ് BJPയിലേക്ക് വന്ന് ഒരുപാട് പ്രതീക്ഷയോടെയാണ് പുള്ളി നിൽക്കുന്നത്. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ അത് തിരിച്ചറിഞ്ഞ് എന്തുകൊണ്ടാണ് BJPയെ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യാത്തത്? താങ്കളുടെ ഒരു കാഴ്ചപ്പാട്, അതായത് താങ്കൾ, ഞാൻ പറയാം, താങ്കളുടെ സുഹൃത്തുക്കളാവാം, മറ്റുള്ളവർ എല്ലാവരോടും കൈകോർത്ത് നല്ല രീതിയിലേക്ക് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. BJP കേരളത്തിൽ വളരാത്തതിൻ്റെ പ്രധാന കാരണം എൻ്റെ കാഴ്ചപ്പാടിലും വിലയിരുത്തലും ഇവിടെ നല്ല നേതൃത്വമില്ല. ഇവിടെ എല്ലാവർക്കും പാർലമെൻ്ററി മോഹമാണ്, പണം സമ്പാദിക്കലാണ് ബഹുഭൂരിപക്ഷം ആളുകൾക്ക്. അങ്ങനെ സുരേന്ദ്രൻ രണ്ടിടത്ത് മത്സരിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇവർക്ക് കഴിഞ്ഞ പ്രവർത്തനത്തിൽ പാർട്ടി ശക്തിപ്പെടുത്തി വരുന്നതിനേക്കാൾ അവർ മത്സരത്തിന് നിന്ന് പൈസ ഉണ്ടാക്കുക എന്നുള്ള ഒരു തന്ത്രത്തിൽ കൂടെയാണ് അവർ നീങ്ങിയത്. അങ്ങനെ പാർട്ടി നല്ലൊരു പ്രാസംഗികൻ പോലും ഈ അണികളിൽ ഉണ്ടായിരുന്നു, ഒക്കെ വെട്ടിമാറ്റി അല്ലേ? എന്നെപ്പോലുള്ള ഒരാളെ വളർന്നു വരാൻ അവർ ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? അത് ഒരുപക്ഷെ ഞാൻ നല്ലോണം സംസാരിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് വിദ്യാഭ്യാസവും വിവരം ഉള്ളതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് ലോകകാര്യങ്ങൾ അറിവുള്ളതുകൊണ്ടായിരിക്കാം. അതുകൊണ്ടല്ല, അതെനിക്കറിഞ്ഞൂടാ. താങ്കൾ ഒരു കാരണവശാലും മതത്തെ വേർതിരിച്ച് കാണില്ല, മനുഷ്യനെ വേർതിരിച്ച് കാണില്ല. കാണുമോ? ഇല്ലല്ല, അങ്ങനെ ചിന്തയൊന്നും നമുക്കില്ല. അങ്ങനെയാണ് പിള്ളയില്ലേ നമ്മുടെ ഗവർണർ എന്നോ എന്തിനാണ് ഗവർണർ ആക്കിയത് എന്നുള്ളത് അറിയില്ല. പിള്ളേരെ പോലെ കോഴിക്കോട് ഒരാൾ പറഞ്ഞത്, ഈ പള്ളിയിൽ പോയിട്ട്, മുസ്ലിം പള്ളിയിൽ പോയിട്ട് കുത്തുബ അറിയാൻ കഴിയുമെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിക്കുമായിരുന്നു. അത്രയും വളരെ രസകരമായ മനുഷ്യനാണ് പിള്ള. അപ്പോൾ അദ്ദേഹത്തെ വെട്ടിമാറ്റി, അതായത് വായെടുത്ത വർഗീയത മാത്രം പറയുന്ന രീതിയിലേക്ക് പോകുന്നതാണ് BJPയുടെ തളർച്ച. കാര്യം ഇവിടെ എല്ലാവരും വേണം എന്നുള്ള ചിന്ത ആർക്കും ഇല്ല. ന്യൂനപക്ഷങ്ങൾ മാറി നിൽക്കുന്നത് എൻ്റെ ഒരു അഭിപ്രായം. ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ട് വാദിച്ചെടുക്കണം. ന്യൂനപക്ഷങ്ങൾ ശരിക്കും BJPയിലേക്ക് വരണം, എന്നിട്ട് വാദിച്ചെടുക്കണം. പക്ഷേ ന്യൂനപക്ഷങ്ങൾ അകറ്റുന്നത് എവിടെയാണ്? പല പ്രശ്നങ്ങളിലാണ്. ബീഫിൻ്റെ പേരിൽ തല്ലിക്കൊല, മറ്റുള്ള സംഭവങ്ങൾ. മണിപ്പൂർ ഇഷ്യൂ ആരതുമല്ല എന്ന് പറയട്ടെ, പക്ഷേ മണിപ്പൂർ ഇഷ്യൂ കത്തി നിൽക്കുന്ന സമയത്ത് അത് കെടുത്തേണ്ടത് സർക്കാരിൻ്റെ അല്ലെങ്കിൽ അവിടുത്തെ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല തന്നെയാണ്. മണിപ്പൂരിലൊക്കെ സർക്കാരിന് തെറ്റ് പറ്റിയിട്ടുണ്ട്, വീഴ്ച പറ്റിയിട്ടുണ്ട്, അത് 100% അംഗീകരിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ സുരേഷ് ഗോപി പറഞ്ഞെന്താ, അവിടെ നോക്കാൻ ആളുണ്ടെന്നാണ് പറഞ്ഞത്. അല്ല, അതിപ്പോൾ അങ്ങനെയല്ല പറയാൻ പറ്റത്തുള്ളൂ. സുരേഷ് ഗോപിയെ പോലെ ഒരാൾക്ക് അങ്ങനെ മറുപടി പറയാൻ അങ്ങനെ ഒരിക്കലും ചിന്തിക്കാൻ കഴിയുമോ? അവിടെ നോക്കാൻ ആളുണ്ട്. ചെയ്ത് അദ്ദേഹം മണിപ്പൂർ സർക്കാർ എന്താണ് ചെയ്തത് അവിടെ? അവിടെ ഭരിക്കുന്നത് BJP സർക്കാർ. സുരേഷ് ഗോപി പറഞ്ഞ നോക്കാൻ ആളുണ്ടെന്നല്ല, അവർ ചെയ്തില്ല. ചെയ്തും ചെയ്യേണ്ട ചുമതല അവർക്ക്. ആളുണ്ടെന്നല്ല പറഞ്ഞോളൂ, ആളില്ലേ എന്ന് ചോദിച്ചില്ലല്ലോ. മണിപ്പൂർ വിഷയം ശരിക്കും എന്തുണ്ടാവും? ക്രിസ്ത്യാനികളുടെ അത്രയും പള്ളി. ഞാൻ ചോദിക്കുന്നത്, എന്തിനാണ് ഇത്തരം സംഭവങ്ങൾ ചെയ്യുന്നത്? ഞാൻ പറയുന്നത് ശരിക്കും BJPയെ ശരിക്കും അകത്തി നിർത്താൻ വേണ്ടി കുറേ ആളുകൾ ശ്രമിക്കുന്നു. നല്ല ഭരണം കിട്ടി സാർ, നല്ല ഭരണം കിട്ടിയില്ലേ? താങ്കൾ മന്ത്രി അല്ലെങ്കിൽ പോലും, മുഖ്യമന്ത്രി അല്ലെങ്കിൽ പോലും അത്തരം വേഷങ്ങളൊക്കെ തകർത്തതാണ്. കേന്ദ്ര സർക്കാരിന് നല്ല ഭൂരിപക്ഷം കിട്ടിയതാണ്, നല്ല ഭൂരിപക്ഷം, ചെറിയ ഭൂരിപക്ഷമല്ല. നല്ല രീതിയിലേക്ക് ഭരിച്ചൂടെ എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. കാര്യം പല സ്ഥലത്ത് ഉത്തർപ്രദേശിലടക്കം ഉള്ള ആളുകളെ തല്ലിക്കൊല്ലലൊക്കെ കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നാറുണ്ട്. നമ്മുടെ അനിയന്മാരും നമ്മുടെ അമ്മമാരൊക്കെയാണ്. അത് ഏത് മതമാവട്ടെ, മതം മനുഷ്യന് ആപത്ത് എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മൾ പോയിട്ടുണ്ട്. ഇത്തരം സംഭവങ്ങളൊക്കെ ശരി BJPക്ക് ഒരു തെറ്റുപറ്റിയിട്ടുണ്ടോ? കാര്യം അന്ന് അവിടെ ഓരോ കാര്യങ്ങൾക്കും ഇടപെട്ട് അത് അമർച്ച ചെയ്തിരുന്നെങ്കിൽ ഇന്ത്യ വേറൊരു രസമായി പോയേനെയെന്ന്. അത് താങ്കളുടെ ചോദ്യത്തോട് 101% യോജിക്കുന്ന ഒരാളാണ് ഞാൻ. അതിന് മറുപടി ഞാൻ പറയാം. ഇന്ത്യ ഭരിക്കുന്നതൊരു ഏകാധിപത്യ ഭരണമല്ല. നരേന്ദ്രമോദി എല്ലാത്തിൻ്റെ ഒരു നേതൃസ്ഥാനത്തിരിക്കുന്നേ ഉള്ളൂ. ഈ തണികളുടെ എല്ലാ അഭിപ്രായങ്ങളും അദ്ദേഹം കേൾക്കണം, മാനിക്കണം. അപ്പോൾ ഇവിടെയുള്ള ഒരാൾ 10-28 ചെറു രാജ്യങ്ങളുള്ളവരെല്ലാം കൂടെ അതിൻ്റെ നേതാവാണ്. ഒരിക്കലും പാടില്ലാത്ത സംഭവങ്ങൾ, പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നു വരുന്നുള്ളതോ സത്യമാണ്. അങ്ങനെ എല്ലാം ഒരുമിച്ച് നന്നാക്കാൻ പറ്റുന്ന ഒരു സർക്കാർ ഇവിടെ ഒരു കാലത്തും വരുന്നത്. സാർ, താങ്കളായിരുന്നു അന്ന് മുഖ്യമന്ത്രി ആയിരിക്കുക, ഇന്നും പ്രധാനമന്ത്രി താങ്കളായിരുന്നുവെങ്കിൽ താങ്കൾ എന്ത് ആക്ഷൻ എടുക്കുമായിരുന്നു? അല്ലാതെ എനിക്ക് ഇപ്പം ഈ ഭാവനാ ചോദ്യങ്ങൾക്കൊന്നും മറുപടി. എന്ത് ആക്ഷൻ എടുക്കുമായിരുന്നു ശരിക്കും? അത് അമർച്ച ചെയ്യാനുള്ള രീതിയിലേക്ക് താങ്കൾ പോകുമായിരുന്നില്ലേ? പക്ഷേ അന്നത്തെ എൻ്റെ ഉപദേശം കൂടെ നോക്കും. ഞാൻ അമർച്ച ചെയ്യാൻ നോക്കുമെങ്കിൽ ഇതിനേക്കാൾ വലിയ അപകടങ്ങൾ സംഭവിക്കുമെന്ന് എനിക്ക് ഉപദേശം കിട്ടി. ഞാൻ പറയുന്നത് ബീഫിന്റെ പേരിലും മറ്റുള്ള തല്ലിക്കൊള്ള നടക്കുന്ന സമയത്ത് അത് എന്ത് ഉപദേശമാണ് നമുക്ക് കിട്ടേണ്ടത്? മനുഷ്യത്വം എന്നുള്ള ഉപദേശമല്ലേ കിട്ടേണ്ടത്? അല്ല, അതിന് അവരുടേതായ കാരണങ്ങൾ കാണും. നമ്മളീ പറഞ്ഞത് കുറേ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ അപ്രിയങ്ങളായ സത്യങ്ങൾ എന്നും എല്ലാം ഒന്നും നമ്മൾ വിളിച്ച് പറയാറില്ല. അപ്പോൾ ഇതിനകത്ത് കുറേ സത്യങ്ങളുണ്ട്. തെറ്റ് തന്നെയാണ്, മണിപ്പൂരിൽ സംഭവിച്ചതെല്ലാം തെറ്റാണ്. അതുപോലെ തെറ്റുകൾ ഇപ്രഭാഗത്തുമുണ്ട്. നമ്മൾ ഒരു വശത്ത് ഏകപക്ഷീയമായിട്ട് പറഞ്ഞ് നമ്മൾ ആക്ഷേപിക്കുന്നതും ആരോപിക്കുന്നതും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്നത് ഇപ്പം അടുത്തുവരെ കുരിശിൻ്റെ മുകളിൽ
പ്രശ്നമുണ്ടാക്കി പള്ളിയൊക്കെ അടിച്ചു തകർത്തു, മേലെ ജയ് ശ്രീരാം വിളിക്കുന്നു, കൊടി കെട്ടുന്നു. ഞാൻ പറയുന്നത് ഇത്തരം രീതിയിലേക്കൊക്കെ ഇപ്പം ദുബായിൽ അല്ലെങ്കിൽ അന്യ രാജ്യങ്ങളിൽ പോയി നിൽക്കുന്ന ആളുകൾക്ക് വരെ ജോലിക്ക് ഭീഷണി ഉണ്ടാവും. അത് ആ ലെവലിലേക്ക് ഇന്ത്യയുടെ ഒരു പിക്ചർ ശരിക്കും പല ആളുകളും ചർച്ച ചെയ്യപ്പെടുന്ന. ഞാൻ അങ്ങോട്ട് ഇന്റർവ്യൂ കേട്ടോ. വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ പഠിച്ച് വിലയിരുത്തി ഒരു തീരുമാനമെടുക്കാൻ പ്രാപ്തരായ നേതൃത്വം വളരെ കുറവാണ്. ഇപ്പോഴുള്ള എല്ലാ നേതൃത്വങ്ങളും, ഇവിടുത്തെ കേരളത്തിലെ നേതൃത്വം ഉൾപ്പെടെ ഉപദേശകരുടെ ഒരു പിടിയിലാണ്. അവർ പറയും ഓരോരുത്തരും ഓരോ ഉപദേശകരെ കൊണ്ടുവച്ച് അവരുടെ തെറ്റായ ഉപദേശങ്ങൾ ഒരുപക്ഷെ കേൾക്കുന്നത് കൊണ്ടാകാം, അല്ലെങ്കിൽ ആ കേട്ടത് ശരിയാണോ എന്ന് വീണ്ടും ഒരു ഉപദേശം കേൾക്കാതിരിക്കുന്നതുകൊണ്ടാകാം ഇത്തരം തെറ്റായ തീരുമാനങ്ങൾ ഇവരെടുക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. അതായത് ഇത്തരം സംഭവങ്ങൾ ചെയ്യുന്ന ആളുകൾ ഉപദേശം കേൾക്കുന്നതിനപ്പുറത്തേക്ക് ഇത്തരം സംഭവങ്ങൾ ചെയ്യുന്ന ആളുകൾ ശരിക്കും അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലേക്ക് സൈലന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് പ്രൊമോട്ട് ചെയ്യുന്ന തെറ്റാണ്. ഞാൻ അതുകൊണ്ടാണ് താങ്കളാണെങ്കിൽ എന്താ ചെയ്യാ ചോദിക്കുക, താങ്കൾക്ക് ഒരു പറയാലോ. പണ്ടൊരു എന്നൻപിള്ള നാടകത്തിൽ ഒരു വാക്കുണ്ട്, തെറ്റു മാത്രമായി ഈ ലോകത്ത് തെറ്റാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റെന്ന്. അതല്ല ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ തെറ്റ് മാത്രമായ ലോകമാണ്, അവിടെ തെറ്റാതിരിക്കരുത് എന്നുള്ള വിശ്വാസമാണ്. അതുകൊണ്ട് എല്ലാവരും തെറ്റ് ചെയ്യുന്നു. അത് എനിക്ക് അതിനെക്കുറിച്ച് മറുപടി നിർത്താം. അപ്പോൾ എന്തായാലും ചികിത്സയിലാണ്. അപ്പോൾ എന്തായാലും കുറച്ച് സമയം തുളസി സാർ എന്തായാലും നമ്മളോട് കൂടെ പ്രേക്ഷകരുടെ മുന്നിൽ ഇരുന്നതിൽ വലിയ സന്തോഷമുണ്ട്. നന്ദി സാർ. പ്രേക്ഷകരോട് ലാസ്റ്റായിട്ട് പറയാനുള്ളത് എനിക്ക് പറയേണ്ടത് സാഹോദര്യത്തെക്കുറിച്ചാണ്. നിങ്ങളൊരു നല്ല വാക്കുകളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ പരസ്പര സ്നേഹവും സഹായവും സഹകരണവും ക്ഷമിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരം നമുക്കുണ്ടാകണം. പരസ്പര സഹായം, സഹകരണം, കാരുണ്യം, ദയ, ക്ഷമ. നമുക്കറിയാം ഒരു നിമിഷത്തെ ക്ഷമ കൊണ്ട് ഒരു ദുരന്തം നമ്മുടെ ജീവിതത്തിലൂടെ ഒഴിവാക്കാൻ കഴിയും. ഇവിടെ നമ്മുടെ നാട്ടിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു അത്തരം ക്ഷമയുമാണ്, പരസ്പര സാഹോദര്യമാണ്. അതൊന്ന് ഒന്ന് കരുപിടിപ്പിച്ച് വളർത്തിക്കൊണ്ടുവന്ന് നമ്മുടെ നിത്യജീവിതത്തിൽ നിന്ന് സമൂഹ ജീവിതത്തിലേക്ക് വളർത്തിക്കൊണ്ടുവന്നാൽ നമ്മുടെ ഇപ്പോഴത്തുള്ള എല്ലാ പ്രശ്നങ്ങളും രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിച്ച്, ജാതിക്കും മതത്തിനും അതീതമായൊക്കെ ചിന്തിച്ച് നമുക്ക് ഒരു ദേശം, ഒരു നാട്, ഒരു ലക്ഷ്യം, ഒരു നന്മ ആയിട്ട് നമ്മുടെ സമൂഹത്തെ മാറ്റിയെടുക്കാൻ പറ്റും. നിങ്ങളാലാവത് ചെയ്യാവുന്ന എത്തരം നന്മകൾ ചെയ്യുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാനത് ചെയ്യുന്നുണ്ട്. അതിന്നുണ്ടോ? നഷ്ടപ്പെട്ടു. എനിക്ക് സാഹോദര്യം നഷ്ടപ്പെട്ടു പല ആളുകളിലും. സംശയം എന്ത്? ഞാനും താങ്കളും നല്ല കാലത്ത് ജീവിച്ചു എന്നുള്ളതാണ്. ഇനി ഒരൊറ്റ മറുപടി ഉണ്ട്. മതസൗഹാർദ്ദം നഷ്ടപ്പെട്ടതുകൊണ്ടാണല്ലോ മതസൗഹാർദ്ദ സമ്മേളനങ്ങൾ മുക്കിലും മൂലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് മറുപടി അതിൽ കുഞ്ഞു വേറെ ഒന്നുമില്ല. അപ്പോൾ നന്ദി, നമസ്കാരം.